ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൈപ്പേറിയ ജീവിതം. ഇയ്യോബിൻ്റെ ജീവിതം കൈപ്പേറിയതായിപ്പോയി. അനേകം കയ്പുകൾ വന്നു. പിന്നെ വന്ന ഒരു കയ്പ് ഡിസ്ബിലീഫ്, അവിശ്വാസം. ഭയാനകമായൊരു ഭാവമായിപ്പോയി. ഇയ്യോബിന് വരാൻ പാടില്ലായിരുന്നു. ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള ഇയ്യോബിന് അവിശ്വാസം വരാൻ പാടില്ലായിരുന്നു. അവിശ്വാസം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടോ? എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാതിരുന്നത് നല്ലതായിരുന്നു. ദൈവത്തോട് തന്നെ ഒരു അവിശ്വാസം വന്നു. അവിശ്വാസം, ദ ബിറ്റർനെസ് ഓഫ് ഡിസ്ബിലീഫ്. ഒരിക്കലും അവിശ്വാസം വരരുത്, ഒരു കാരണവശാലും. ദൈവം ജീവിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവനെ, നിനക്ക് അനുഭവം കിട്ടിയില്ലെങ്കിൽ നിനക്ക് അനുഭവം കിട്ടും, നീ വിശ്വസിക്കൂ. ദൈവം ജീവിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു. എനിക്ക് നല്ല അനുഭവമാണ്. ഞാൻ കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഞങ്ങളടിക്കുമ്പോൾ എൻ്റെ പുറം തലോടി തരുന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവമേ, നീ എന്നെ കടന്നു പോകല്ലേ എന്ന് പറയുമ്പോൾ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ പ്രതിസന്ധികളിൽ ഞാൻ പെട്ട സമയങ്ങളിൽ, വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ വന്ന സമയങ്ങളിൽ എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. പലരും പരിഹസിക്കുന്നു, ചിലർ തെറ്റിദ്ധരിക്കുന്നു, എന്തെല്ലാമോ തിരിധാരണകൾക്ക് പരക്കുന്നു. പക്ഷേ എനിക്കൊരു കൂസലുമില്ലാതെ ഞാൻ വേല ചെയ്യുന്നതിന് കാരണം, കർത്താവിൻ്റെ വചനം പറയുന്നതിന് കാരണം എനിക്ക് നേരിട്ട് അനുഭവം കിട്ടിപ്പോയി. സാധു സുന്ദരസിംഗ് ഒരവസരത്തിൽ, സുന്ദരസിംഗ് ഒരു സിഖ് ബ്രാഹ്മണ യുവാവായിരുന്നു. അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് മനസ്സിന് സ്വസ്ഥതയില്ലാതായി. ചെറുപ്പക്കാരനാണ്, മനസ്സിന് സ്വസ്ഥതയില്ലാതായി. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഭക്തിയുള്ള, ഒരു നല്ല ഹൈന്ദവ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അമ്മ ഈ മോനെ ഒരു സന്യാസി അടുക്കൽ വിട്ടു. ഇവൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റി കൊടുക്കുക, ഇവന് ഒരു സമാധാനം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. സന്യാസി പലതും ഉപദേശിച്ചു, നല്ല മാർഗങ്ങളൊക്കെയാണ് ഉപദേശിച്ചത്. പക്ഷേ അതൊന്നും സുന്ദർസിംഗിന് സമാധാനം കൊടുത്തില്ല. സുന്ദർസിംഗ് അങ്ങ് സമാധാനം കിട്ടാത്തതുകൊണ്ട് അങ്ങ് നിരാശയിലായി. പ്രത്യേകിച്ച് ഈ ഭൗതികമായ ഏതെങ്കിലും കാര്യത്തിലല്ല, നിരാശയായി. മനസ്സിന് സ്വസ്ഥതയില്ല. എന്തോ ഒരു അതൃപ്തി, എന്തോ ഒരു പോരായ്മ, എന്തോ ഒരു ശൂന്യത, എന്തു വേണ്ടു അറിയാതെ വിഷമിക്കുകയാണ്. സുനിൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിരുന്നു, ഒന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. സുന്ദർ സിംഗിൻ്റെ മുറിയിൽ രാത്രി ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ കാണണം. എനിക്ക് ആ ദൈവത്തെ കണ്ടില്ലെങ്കിൽ ഞാനിന്ന് മരിക്കും. 4 മണിക്ക് അടുത്തുകൂടി പോകുന്ന ട്രെയിനിൻ്റെ പാളത്തിൽ തലവെച്ച് ഞാൻ മരിക്കും. ദൈവം അത് ശ്രീകൃഷ്ണനാണോ, അല്ല മുഹമ്മദ് നബിയാണോ, അല്ല വർത്തമാന മഹാവീരനാണോ, അല്ല ശ്രീബുദ്ധനാണോ, എനിക്കതൊന്നും അറിയണ്ട, അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഒരു ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ കാണണം. സുന്ദർ സിംഗ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. നിരാശ മുറ്റി വന്നു, കൂടിക്കൂടി വന്നു. പാതിര കഴിഞ്ഞു. മുറിയിൽ വെളിച്ചം കെട്ടാത്തതുകൊണ്ട് അച്ഛൻ വന്ന് വിളിച്ചു, നീ എന്താ ഉറങ്ങാത്തത്? ഞാൻ ഉറങ്ങിക്കോളാം, ലൈറ്റ് അണച്ചു. പിന്നെ ഈ ഉറക്കം വരുന്നില്ല, ഇരിക്കുകയാണ്. അതിനകത്ത് മരിക്കും, ഉറപ്പാണ്. ആരും അറിയാതെ മരിക്കണം, അല്ലെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് കാണണം. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ വെളുപ്പിന് മുറിയിലൊരു പ്രകാശം. ഞെട്ടി നോക്കിയത് നേരെ വെളുത്തായിരിക്കുമോ? പുറത്ത് വാതിൽ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ ഇല്ല, ഇരുട്ടാണ്. മുറിയിലേക്ക് വന്നപ്പോൾ മുറിയിൽ നിറയെ പ്രകാശം. ഇതെന്തൊരു അത്ഭുതം! സാധാരണ പ്രകാശമല്ല, വലിയ അത്യുജ്വല പ്രകാശം. വീണ്ടും ഒന്നുകൂടി ഇറങ്ങി നോക്കി, പുറത്ത് മുഴുവൻ കൂരിട്ട്, അകത്ത് നല്ല വെളിച്ചം. പിന്നെയും നോക്കി, 3 പ്രാവശ്യം നോക്കി, അപ്പോഴെല്ലാം പുറത്ത് കൂരിട്ട്, അകത്ത് നല്ല പ്രകാശം. സുന്ദർ സിംഗ് അത്ഭുതത്തോടെ ആ പ്രകാശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴിതാ ആ പ്രകാശത്തിന് മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇരുകരവും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടു, ഇരുകരവും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. സുന്ദർ സിംഗ് നേരിട്ട് കണ്ടു കൈകളിലെ ആണിപ്പാടുകൾ. യേശുക്രിസ്തുവാണ് ദൈവമെങ്കിൽ എനിക്ക് കാണണമെന്ന് സുന്ദർ സിംഗ് പറഞ്ഞില്ല. ശ്രീബുദ്ധൻ്റെ കാര്യം പറഞ്ഞു, വർത്തമാന മഹാവീരൻ്റെ കാര്യം പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു, മുഹമ്മദ് നബിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തുവിനൊക്കെ ചിന്തിച്ചേയില്ല. പക്ഷേ
ക്രിസ്തു വന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ശാന്തമായി, വളരെ ശാന്തമായി നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മൈ സൺ, മൈ സൺ, ഐ വാണ്ട് യു, ഐ വാണ്ട് യു. എൻ്റെ മോനെ, എൻ്റെ മോനെ, എനിക്ക് നിന്നെ വേണം. സുരസിംഗ് കൈകൂപ്പി നിർനിമേഷാക്ഷനായി കണ്ണിവയ്ക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തോ ഒരു വലിയ ശാന്തത ഉള്ളത്തിലേക്ക് കടന്നു വരുന്നറിഞ്ഞു. വലിയൊരു ശാന്തത, വലിയൊരു സൗമ്യത, ഏതോ ഒരു വലിയ സ്നേഹം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്നേഹം, ഹൃദയം നിറയെ ശാന്തത, ഹൃദയം നിറയെ സമാധാനം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക അനുഭൂതി. സുന്ദർ സിംഗ് അതിലങ്ങ് ലയിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞു ആ രൂപം പയ്യെ പയ്യെ അങ്ങ് മാഞ്ഞുപോയി. സുന്ദർ സിംഗ് രാത്രി തന്നെ എഴുന്നേറ്റ് അച്ഛനെ വിളിച്ചു, അച്ഛാ ഞാൻ ക്രിസ്തുവിനെ കണ്ടു. പക്ഷേ നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും, വേണ്ടതായിരിക്കും. അല്ല അച്ഛാ, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, ഞാൻ ഇന്ന് മുതൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. ഐ വുഡ് ബി എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, നീ എന്ത് വിട്ടിത്തായി പറയുന്നത്? നമ്മുടെ അഭിജാത്യമുള്ളൊരു കുടുംബം, നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? സുന്ദർ സിംഗ് അതും ചെയ്തെടുത്തില്ല. സുന്ദർ സിംഗ് ഇങ്ങനെ ഈ വിശ്വാസത്തിൽ നിലനിന്നപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ചെന്ന് സുന്ദർ സിംഗ് ഒരു മിഷണറിമാർ താമസിക്കുന്നൊരു സ്ഥലത്തെത്തി. വിദേശത്തു നിന്ന് മിഷണറിമാർ സുവിശേഷം പറയാൻ ഇന്ത്യയിലേക്ക് വന്നവരാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തെത്തി, അവരുടെ കൂടെ താമസിച്ചു. അത്ഭുതം കേൾക്കണമോ? സുന്ദർ സിംഗ് പറയുകയാണ്, ഈ മിഷണറിമാരുടെ കൂടെ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. മിഷണറിമാരുടെ കൂടെ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതായ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലും ഭേദം ഹിന്ദു മതം തന്നെയായിരുന്നെന്ന്. പക്ഷേ ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടുപോയി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയേനെ. യേശുവിനെ നേരിട്ട് കണ്ടുപോയി. യേശുവിനെ നേരിട്ട് കിട്ടിയതുകൊണ്ട് ശാന്തത ഞാൻ അനുഭവിച്ചു, ഒരു വലിയൊരു സ്നേഹം ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ പുറകോട്ട് മാറുന്നില്ലെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോൾ വലിയൊരു ശാന്തതയുണ്ടാകും, വലിയൊരു സമാധാനം ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളതുകൊണ്ട് മതം മാറുമൊന്നും വേണ്ട, നിങ്ങളതുകൊണ്ട് സഭ മാറണ്ട, അതുകൊണ്ട് സമുദായം മാറണ്ട. സത്യമാണ് ഈ പറയുന്നത്, ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുമ്പോൾ 10 പൈസ പോലും മുടക്കണ്ട, ഒരു സംഭാവനയും തരണ്ട. ദൈവത്തിന് സ്തോത്രം. ഒന്നും വേണ്ട. ഞങ്ങൾ പൈസ ഒരുക്കുകയില്ല, സുവിശേഷത്തിൻ്റെ പേരിൽ പൈസ ഒരുക്കുകയില്ല. കർത്താവിൻ്റെ വേല പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ വിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നുണ്ട്, ഞങ്ങൾക്ക് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുകൊണ്ട് കൂസില്ലാതെ ദൈവത്തിന് വേല ചെയ്യുന്നു. കണ്ടുപോയി, സ്നേഹം കണ്ടുപോയി, ഒരു സ്നേഹം രുചിച്ചു പോയി, ഒരു സ്നേഹം അനുഭവിച്ചു പോയി, സമാധാനം അനുഭവിച്ചു പോയി, സന്തോഷം അനുഭവിച്ചു പോയി, ക്രിസ്തു വരുന്നുള്ള സന്തോഷം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിന് ആഗ്രഹമുണ്ടോ? കയ്പ് മാറാൻ ആഗ്രഹമുണ്ടോ? മുതൽ കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഡിസ്ബിലീഫ്, എല്ലാ അവിശ്വാസവും മാറ്റിക്കളയുക. കയ്പ്, അവിശ്വാസത്തിൻ്റെ കയ്പ് മാറ്റിക്കളയുക. എല്ലാ കയ്പ് മാറ്റും, ക്രിസ്തു മാറ്റിത്തരും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. എന്നാൽ കേൾക്കൂ, പിന്നെയും കയ്പുണ്ടായി. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നെയും കയ്പുണ്ടായി. അതെന്താണ്? 38-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കൂ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചതെന്തെന്നാൽ, ഈ പല രീതിയിലുള്ള കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇയ്യോബിനോട് ദൈവം സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവനാർ. ആരാണ് അറിവില്ലാത്ത വാക്കുകൾ ഈ പറയുന്നത്? നീ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, നീ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു, നീ ദുഃഖത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, നീ ശാപവാക്കുകൾ പറഞ്ഞു, നീ നിൻ്റെ അത്യാഹിതങ്ങളെ ഓർത്ത് നീ അടിവേർപ്പെട്ട് പറഞ്ഞു. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവർ ഇവൻ ആര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. നീ ഒരു പുരുഷനെ പോലെ പൗരുഷത്തോടുകൂടി ആണത്തോടുകൂടി നീ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. നിന്നോട് ചോദിക്കും, എന്നോട് നീ ഉത്തരം പറക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്നെ ദൈവം സ്നേഹിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ? ഭൂമിക്ക് അളവ് നിശ്ചയിച്ചവനാര്? നീ അറിയുന്നുവോ? നിനക്കറിയാമോ? അല്ല. അതിന് അളവ് നൂൽ പിടിച്ചവനാർ? അല്ല. ഭൂമിക്ക് അളവ് നൂൽ പിടിച്ചവനാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ
അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അത് അടിസ്ഥാനം ഉറപ്പിച്ച സമയത്ത് പ്രഭാനക്ഷത്രം ഒന്നിച്ച് ഘോഷിക്കുകയായിരുന്നു. ദൈവത്തന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്യുകയായിരുന്നു. അന്ന് ആദികാലത്ത് ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചപ്പോൾ ആരാണ് ഇതെല്ലാം കണ്ടത്, ആരാണ് ഇതെല്ലാം ചെയ്തത്? നിനക്ക് എന്തറിയാം? നീ എന്തറിഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്? നിനക്ക് എന്ത് ആഴമേറിയ രഹസ്യങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയാമോ? ഒന്നും അറിയാൻ വയ്യല്ലോ. നീ ബുദ്ധിഹീനെ പോലെ സംസാരിച്ചത് എന്ത്? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഭൂമിയുടെ മൂലക്കല്ലിട്ടവൻ ആര്? ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? ദൈവത്തിന് സ്തോത്രം. ദൈവം ചോദ്യം ചെയ്യുകയാണ്, ദൈവം ശകാരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. റിബ്യൂക്ക്, ദൈവം ദ ബിറ്റർനെസ് ഓഫ് റിബ്യൂക്ക്, ബിറ്റർനെസ് ഓഫ് റിബ്യൂക്ക്. ദൈവം ഇയ്യോബിനെ ശാസിക്കുകയാണ്. ദ ബിറ്റർനെസ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അത്ഭുത വചനം അവന് കൊടുക്കുകയാണ്. ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാരെ കതക് കൊണ്ട് അടച്ചു വെച്ചതുപോലെ, കതക് കൊണ്ട് അടച്ചു വെച്ചതുപോലെ ഈ ഭൂമിയെ എല്ലാം സൂക്ഷിക്കുകയും അതിൽ സമുദ്രത്തിൻ്റെ അതിര് നിശ്ചയിക്കുകയും ചെയ്തവനാര്? പിന്നെ അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും മേഘത്തെ ഈ ഭൂമിക്ക് ഉടുപ്പും കൂരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി, ഊരിലിനെ അതിന് ചുറ്റാടിയുമാക്കി വെച്ചു. ഞാൻ അതിന് അതിര് നിയമിച്ചു, ഈ സമുദ്രത്തിൽ ഞാൻ അതിര് നിശ്ചയിച്ചു. കതകും ഓടാമ്പലും വെച്ചു, കതകും ഓടാമ്പലും ഞാൻ വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകൾ ഗർഭം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ഞാൻ സമുദ്രത്തോട് കൽപ്പിച്ചു, ഇത്രത്തോളം നിനക്ക് വരാം, ഇത്രത്തോളം നിനക്ക് വരാം, ഈ അതിര് വിട്ട് നീ കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകൾ ഗർഭം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്തറിയാം ഈ പ്രകൃതിയിലെ കാര്യങ്ങളുള്ളത് നിനക്കറിയാമോ? പിന്നെ ചോദിക്കുന്നുണ്ട്, മകയിര നക്ഷത്രത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ദൈവം ചോദിക്കുകയാണ്, നക്ഷത്ര രാശിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? പ്രകൃതിയിലെ വിഭവങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ എന്നെ ചോദ്യം ചെയ്യുന്നുവോ? നീ പതിനായിരങ്ങളല്ല, കോടാനുകോടി മനുഷ്യരിൽ ഒരാൾ മാത്രം. നിനക്ക് ഒരു രോഗം വന്നു, നിനക്കൊരു അത്യാഹിതം വന്നു, അപ്പോൾ നീ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? നിനക്ക് എന്ത് പരിജ്ഞാനമുണ്ട്, എന്ത് അറിവുണ്ട്? ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. ഓരോ വാക്കുകളും ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു. ഇയ്യോബ് വിറയ്ക്കാൻ തുടങ്ങി, ഇയ്യോബ് അമ്പരപ്പിലാകാൻ തുടങ്ങി. ഇയ്യോബിൻ്റെ വാക്കുകൾ തെറ്റിപ്പോയല്ലോ എന്ന് ഇയ്യോബിന് മനസ്സിലായി. ദൈവത്തെ നിഷേധിച്ച് തെറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലായി. എനിക്കെന്താണ് ഈ കഷ്ടത വന്നത്, എനിക്കെന്താണ് ദുരിതം വന്നത്, എൻ്റെ മക്കൾ പെട്ടെന്ന് മരിച്ചു പോയത് എന്താണ് എന്നെല്ലാം ഇയ്യോബ് ചിന്തിച്ചത് അബദ്ധമായി പോയല്ലോ എന്ന് ഇയ്യോബിന് മനസ്സിലായി. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ നിഷേധിച്ചു പോയല്ലോ, കർത്താവേ ക്ഷമിക്കണമെന്ന് ഇയ്യോബ് പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദിവ്യമായ വചനം, ദ ബിറ്റർനെസ് ഓഫ് റിബ്യൂക്ക്, അത് കൈപ്പേറിയതായിരുന്നു. ദൈവത്തിൻ്റെ ആ ശകാരം, ദൈവത്തിൻ്റെ ശാസന, അത് കൈപ്പേറിയതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചില ശാസനകൾ കിട്ടുമ്പോൾ, കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളരരുത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരും, ചില പ്രയാസങ്ങൾ വരും, ചില ബുദ്ധിമുട്ടുകൾ വരും. എത്ര കാലത്തേക്ക്? അല്പകാലത്തേക്ക്. നമുക്കൊരു നല്ല കാലം വെച്ചിട്ടുണ്ട്. ഭാവി കാലം ശോഭനമാണ്. ഈ ഭൂമിയിൽ തന്നെ ശോഭനമായ കാലം തരും, സമാധാനം തരും, കടന്നു ചെല്ലുമ്പോൾ നിത്യജീവനം തരും. വേണമോ നിങ്ങൾക്ക് ഈ രക്ഷ? വേണമോ നിങ്ങൾക്ക് ഈ അനുഗ്രഹം? ഈ സ്വീറ്റ്നെസ് നിങ്ങൾക്ക് വേണമോ? സ്വീറ്റ്നെസ്. ദൈവത്തിന് സ്തോത്രം. ഈ ബിറ്റർനെസ് മാറി ഈ ഒരു സ്വീറ്റ്നെസ് നിങ്ങൾക്ക് വേണമോ? കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ബിറ്റർനെസ് ഉണ്ടായിരുന്നു, കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഭാഗ്യവശാൽ കരുണയുള്ള കർത്താവിന് എന്നോട് മനസ്സിൽ തോന്നി. എൻ്റെ നന്മ കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, ഒന്നുമല്ല. ഞാൻ സ്വയം നീതിമാനാണെന്ന് അഭിമാനിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ പാവമുണ്ടായിരുന്നു. പുറമേ പാവം വന്നില്ല, പക്ഷേ അകത്ത് പാവമുണ്ടായിരുന്നു. എന്നാൽ കരുണയുള്ള കർത്താവ് എന്നോട് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ കയ്പുകൾ കർത്താവ് തുടച്ചു മാറ്റി. സമാധാനം എന്ത് എന്ന് അനുഭവിക്കാൻ തന്നു. സമാധാനം എന്തൊരു ശാന്തതയാണെന്നോ, എന്തൊരു സ്വസ്ഥതയാണെന്നോ. ഇന്ന് ടെൻഷനില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് യാതൊരു കാര്യത്തിലും ഒരു ഹൃദയത്തിന് വെപ്രാളമില്ല, പരിഭ്രമമില്ല, ഭയമില്ല. എന്ത് വന്നാലെന്താണ്, അതാണ് ചിന്ത. എന്ത് സംഭവിച്ചാൽ എന്താണ്? ചിലരെ എതിർക്കുന്നുണ്ട്, ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളിനെക്കുറിച്ച് അപവാദം പറയുന്നുണ്ട്, ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെ വക്താവായിട്ടല്ല ഞാൻ നിൽക്കുന്നത്, ഏതെങ്കിലും സമുദായത്തിൻ്റെ വക്താവായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷകനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല, ഞാനില്ല, ഞാൻ തീർന്നു.
എൻ്റേതെന്ന് ഞാൻ കരുതിയിരുന്നതെല്ലാം തീർന്നു, അതെല്ലാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തു. ഇതുവരെ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നതെല്ലാം യേശുവിനെ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കൊടുത്തു. ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തതെല്ലാം ക്രിസ്തു വാങ്ങിച്ചു. എല്ലാം ക്രിസ്തു തങ്കമാക്കി തന്നു, പൊന്നാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ടാഗോർ ഒരു മനോഹരമായ കവിത എഴുതി, ഗീതാഞ്ജലി. ടാഗോറിൻ്റെ ആ കവിതയിൽ ടാഗോർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരൻ, അനേകം ഭിക്ഷക്കാരുണ്ട്, അന്ന് അവിടെ എന്തോ ഉത്സവം നടക്കുകയാണ്. ഭിക്ഷക്കാരെല്ലാം വഴിയരികിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും ഒരു പാത്രമുണ്ട്, ഭിക്ഷാപാത്രം. അതിൽ പോകുന്നവരും വരുന്നവരും എന്തെങ്കിലും ഇട്ട് കൊടുക്കും, നാണയങ്ങൾ ഇട്ട് കൊടുക്കും, അതുപോലെ അരി ഇട്ട് കൊടുക്കും, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും, ഇങ്ങനെ സാധനങ്ങളൊക്കെ പലതും കിട്ടും. ഇതെല്ലാം ഈ ഭിക്ഷക്കാരൻ്റെ പാത്രത്തിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേക്കുന്നു. അവൻ നോക്കിയപ്പോൾ ഒരു രഥം വരുന്നു. രഥം അത് രാജാവ് എഴുന്നള്ളുകയാണ്. രാജാവിൻ്റെ എഴുന്നള്ളത്താണ്. രാജാവ് വരുന്ന രഥം. എല്ലാവരും ചാടി എഴുന്നേറ്റ്, രാജാവല്ലേ. ആ രഥം വന്ന് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയത്തോടും ബഹുമാനത്തോടും നിൽക്കുമ്പോൾ ഇവൻ്റെ അരികത്തേക്ക് രഥം വരുമ്പോഴേക്കും ഇവൻ ഈ പാത്രം എടുത്ത് ഇങ്ങനെ നീട്ടി കാണിച്ചു. എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ച നീട്ടി കാണിച്ചത്, പാത്രം എടുത്ത് നീട്ടി കാണിച്ചു. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി പാത്രം നീട്ടി കാണിച്ചതിൻ്റെ അരികിലേക്ക് ചെന്നു. രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി, പയ്യൊന്ന് പുഞ്ചിരിച്ചു. രാജാവ് അവൻ്റെ കയ്യിലേക്ക് പാത്രത്തിലേക്ക് ഒന്നും ഇട്ട് കൊടുത്തില്ല. രാജാവ് ഒരു കാര്യം ചെയ്തു, അവൻ്റെ പാത്രത്തിൽ രാജാവ് കൈയിട്ടു. ഭിക്ഷാപാത്രത്തിൽ രാജാവ് കൈയിട്ടു. കൈയിട്ടപ്പോൾ കിട്ടിയത് 2 തരി രണ്ട് തരി അരി. രാജാവ് അത് കയ്യിൽ മടക്കി പിടിച്ചു. രാജാവ് രഥത്തിൽ കയറി പോവുകയും ചെയ്തു. ഒന്നും വേണ്ടിയില്ല. എന്തൊരു അത്ഭുതം. രാജാവ് എനിക്കൊന്നും തന്നില്ല, എൻ്റെ പാത്രത്തിൽ 2 തരി അരി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അവൻ്റെ കൊച്ചു കുടിലെത്തി, പാത്രം കമഴ്ത്തിയിട്ടു, നാണയങ്ങളൊക്കെ മാറ്റി, ബിസ്ക്കറ്റുകൾ മാറ്റി, പിന്നെ ഈ അരിയും വകഞ്ഞ് മാറ്റി. അപ്പോഴുണ്ട് 2 സാധനങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. അരിയുടെ ആകൃതിയിലാണ് വെട്ടിത്തിളങ്ങുന്നു. ഭയങ്കര പ്രകാശം, നല്ല തിളക്കമുള്ള 2 അരിയുടെ ആകൃതിയിൽ. അവൻ ഇതെന്താ മനസ്സിലായില്ലല്ലോ. അടുത്തുള്ള ചിലരെ വിളിച്ചു, ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല, നിനക്ക് എവിടെ നിന്നത് കിട്ടിയത്? അതെനിക്കറിയാൻ പാടില്ല. ഞാൻ രാജാവ് കൈ നീട്ടി, രാജാവിൻ്റെ നേരെ ഞാൻ എൻ്റെ പാത്രം നീട്ടിയപ്പോൾ രാജാവ് എൻ്റെ പാത്രത്തിൽ നിന്ന് 2 തരി അരി എടുത്തു. ഇപ്പോൾ ആ ആകൃതിയിൽ തന്നെ രണ്ട് ഈ സാധനം 2 കിട്ടി. എടാ, നിനക്കറിയാമോ, ഇത് വില തീരാത്ത രത്നങ്ങളാണ്, ഭയങ്കര വിലയുള്ള രത്നങ്ങളാണ്, സാധാരണ കിട്ടാത്ത രത്നമാണ്. ഈ 2 രത്നം, നീ കോടീശ്വരനായി കഴിഞ്ഞല്ലോ, നീ ഭയങ്കര സമ്പന്നനായി കഴിഞ്ഞല്ലോ. അവനൊന്നും മനസ്സിലായില്ല. ഒരാൾ ചോദിച്ചേടാ, നിൻ്റെ പാത്രത്തിലുള്ളതല്ല അങ്ങ് കൊടുത്തോളം പാടില്ലായിരുന്നോ? 2 തരി അരിയല്ലേ കൊടുത്തുള്ളൂ, മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ എല്ലാം പൊന്നാക്കി കിട്ടില്ലായിരുന്നോ? എല്ലാം കൊടുത്തോളാമായിരുന്നല്ലോ. അപ്പോഴാണ് ദുഃഖം, നിരാശ. കൊടുത്തോളാമായിരുന്നു, മുഴുവൻ കൊടുത്തോളാമായിരുന്നു. കർത്താവിന് സ്തോത്രം. നമുക്ക് മനസ്സിലായോ? യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ എല്ലാം പൊന്നാക്കി തരും. വിദ്യാഭ്യാസം പൊന്നാക്കി തരും, കഴിവുകൾ പൊന്നാക്കി തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാപ്തി പൊന്നാക്കി തരും, നിങ്ങളുടെ സമ്പത്ത് സമൃദ്ധിയായി തരും. എല്ലാം കുടുംബജീവിതം ഭദ്രമാക്കി തരും. മക്കൾ നല്ലവരായി തീരും, അനുഗ്രഹീതരായി തീരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൊടുക്കൂ നിങ്ങൾ യേശുവിൻ്റെ കൈകളിലേക്ക്. ആ കരം ഇതാ നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആണിപ്പാട് കരം ഇതാ നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങളുടെ വാദഗതികളെല്ലാം താഴെ വയ്ക്കൂ. യോബേ, നിൻ്റെ വാദഗതികളെല്ലാം താഴെ വയ്ക്കൂ. നിൻ്റെ ജീവിതത്തിൽ വന്നു പോയി അരിഷ്ടതകളും ദുരിതങ്ങളും ഓർത്ത് നീ വെപ്രാളപ്പെട്ട് ദൈവം നിഷേധിച്ചതെല്ലാം താഴെ വയ്ക്കൂ. തെറ്റായിപ്പോയി. സ്വയം നീ നീതിമാനെന്ന് നീ പറഞ്ഞതും തെറ്റായിപ്പോയി. മകനെ, നീ നിൻ്റെ എല്ലാം താഴെ വെച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ഇതിനെ തരൂ. ഇന്ന് നിങ്ങളോട് അതാണ് ഭർത്താവ് പറയുന്നത്. നിങ്ങൾ ഇതുവരെയുള്ളതായ നിങ്ങളുടെ നിരാശാകരമായ ജീവിതവും ഭാരം നിറഞ്ഞ ജീവിതവും ആകുല നിറഞ്ഞ ജീവിതവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്നു അതും കൊടുത്തുകൊള്ളൂ. ഏറ്റവും വിലപ്പെട്ടത് കൊടുത്തുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമോ? എല്ലാം കൊടുക്കാനാണ് പറയുന്നത്. എല്ലാം മുഴുവൻ കൊടുക്കൂ. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഭാഗ്യവശാൽ ഈ ജീവിതം യേശുവിനെ ഏൽപ്പിച്ചു. യേശു ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഏറ്റെടുത്തു. യേശുവിനെ തൃക്കരം എല്ലാറ്റിലും തൊട്ടപ്പോൾ എല്ലാം അനുഗ്രഹമായി. എല്ലാം അനുഗ്രഹമായി. എൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹമായി. 10ാം ക്ലാസ് പഠിത്തം കൊണ്ട് നിർത്തിയവനായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിത്തം കൊണ്ട് എല്ലാം തീർത്തവനായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. എല്ലാ അഭിവൃദ്ധിയിലേക്ക് കർത്താവ് നടത്തി. ഞാൻ വിസ്തരിക്കുന്നില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, വിശ്വസിക്കാൻ കൊള്ളാകുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. വിശ്വസിക്കാൻ കൊള്ളാകുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. പിറകെ പോകാൻ കൊള്ളാകുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. വിളിച്ചപേക്ഷിക്കാൻ യോഗ്യനാണ് കർത്താവായ യേശു ക്രിസ്തു. ആശ്രയിക്കാൻ കൊള്ളാകുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് തൃക്കരം ഇന്ന് നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കും. നിങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റു പറയുമോ? നിങ്ങളെല്ലാം തുറന്നു പറയുക കർത്താവിനോട്, കർത്താവെ തെറ്റുകൾ പറ്റിപ്പോയി, എൻ്റെ ഓർമ്മ വെച്ച കാലം എന്നുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അനേകം പാതകങ്ങൾ വന്നുപോയി, മ്ലേച്ഛമായ കാര്യങ്ങൾ വല്ലതും സംഭവിച്ചു പോയി, ചില ഞാൻ ഉപദ്രവിച്ചു പോയി, ചില മനഃപൂർവ്വം ദ്രോഹിച്ചു പോയി. കർത്താവെ, കുടുംബത്തിൽ കലഹമുണ്ടാക്കി, എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിച്ചില്ല, എൻ്റെ അപ്പനെ അനുസരിച്ചില്ല, അപ്പനെ ഞാൻ അവഗണിക്കുകയും അപ്പനെ ഞാൻ വേദനിപ്പിക്കുകയും ചെയ്തു പോയി. എൻ്റെ അമ്മയെ ഞാൻ ഉപദ്രവിച്ചു, എൻ്റെ കർത്താവെ, അമ്മായിയമ്മയെ ഞാൻ വേദനപ്പെടുത്തി. കരുണയുള്ള കർത്താവെ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളേറെ സംഭവിച്ചു പോയി. ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് പലർക്കും ഉപദ്രവം ഉണ്ടായി, എൻ്റെ ജീവിതം കൊണ്ട് പലർക്കും സമാധാനം കിട്ടിയില്ല. ഞാൻ കാരണം സമാധാനം കെടുത്തിക്കളഞ്ഞു. പറയാം നിങ്ങൾക്ക് ദൈവത്തോട്, സമാധാനം കെടുത്തിക്കളഞ്ഞു. വേദപുസ്തകം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഏവർക്കും നിങ്ങൾ സ്നേഹം കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. സ്നേഹം, വിനയം കൊടുക്കൂ, താഴ്മ കൊടുക്കൂ, സൗമ്യത കൊടുക്കൂ, എളിമ കൊടുക്കൂ, എല്ലാം സ്നേഹം കൊടുത്തുകൊള്ളൂ. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. നല്ലൊരു അനുഗ്രഹീതമായ വ്യാപാരമാണ് സ്നേഹം. ഈ സ്നേഹം വ്യാപാരം ചെയ്യുക. സ്നേഹം കൊടുക്കൂ. നിങ്ങൾ എല്ലാവർക്കും സ്നേഹം കൊടുക്കൂ. എല്ലാവരെയും നിങ്ങൾ ആദരിക്കൂ. ആരെയും നിങ്ങൾ തരതാഴ്ത്തി കാണരുത്. ആരെയും നിങ്ങൾ ചെറുതായി കാണരുത്. എല്ലാവരെയും നിങ്ങൾ ബഹുമാനിക്കൂ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കൂ. എല്ലാ സഭകളെയും ബഹുമാനിക്കൂ. എല്ലാ സഭാ നേതാക്കന്മാരെയും ബഹുമാനിക്കൂ. എല്ലാവരെയും ആദരിക്കൂ. ആരോടും കയ്പായിരിക്കരുത്. ആരോടും കയ്പ് പാടില്ല. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തു പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്ക് ശുദ്ധീകരിക്കുന്നുവെന്ന്, വന്നുപോയ സകല പാപങ്ങൾ മാറ്റിത്തരാമെന്ന്, ഇതുവരെ വന്നുപോയ സകല പാപങ്ങൾ ക്ഷമിച്ചു തരാമെന്ന്. എന്നിട്ടോ നിത്യജീവൻ്റെ ഉറപ്പ് നമുക്ക് തരുന്നു. നിത്യസ്വർഗത്തിലേക്ക് നാം സ്വീകരിക്കും. ഒരു നാൾ നാം കണ്ണടയുമ്പോൾ, ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുമ്പോൾ, സ്വർഗീയ മാലാഖമാർ വന്ന് നമ്മെ എതിരേറ്റ് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മാലാഖമാർ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. രാജാധിരാജാവായ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കും. നിത്യമായ സ്വർഗീയ പ്രതീസായിട്ട് സന്തോഷാനുഭവത്തിൽ നമ്മെ വാഴുവാൻ നമ്മെ അനുവദിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനെ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അരികത്ത് യേശു വന്ന് നിൽക്കുന്നു. എന്തെല്ലാം ഉണ്ട് നിങ്ങളുടെ പാപങ്ങൾ? ഏതെല്ലാം ഉണ്ട് ക്രിസ്തു അടുത്തു വരുന്ന തടസ്സമായ കാര്യങ്ങൾ? ക്രിസ്തുവിനെ നിങ്ങൾ ഇതുവരെ ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? ഓരോ അവയവവും നിങ്ങളെ ക്രിസ്തുവിനെ ഏൽപ്പിക്കുക. ഓരോ അവയവവും. ഈ നാവ്, യേശുവേ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഈ നാവ് കോപിച്ച് സംസാരിക്കുകയില്ല. ഈ നാവ് അശുദ്ധമായ വാക്കുകൾ പറയുകയില്ല. ഈ നാവ് അസഭ്യ വാക്കുകൾ പറയുകയില്ല. ഈ നാവ് എന്നും യേശുവിനെ സ്തുതിക്കും, യേശുവിനെ വർണ്ണിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ കണ്ണുകൾ അശുദ്ധമായ ചിത്രങ്ങൾ കാണുകയില്ല, മലിനമായ കാര്യങ്ങൾ കാണുകയില്ല, മലിനതയിലേക്ക് നോക്കുകയില്ല. യേശുവേ, ഈ കണ്ണ് നിനക്ക് വേണ്ടി മാത്രം തുറന്ന കണ്ണുകളാണ്. ഈ കണ്ണ് യേശുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട കണ്ണുകളാണ്. യേശുവിൻ്റെ സ്നേഹം സ്ഫുരിക്കുന്ന കണ്ണുകളാണ്. യേശുവിൻ്റെ വിശുദ്ധി പ്രദീപ്തമാക്കുന്ന കണ്ണുകളാണ്. യേശുവിൻ്റെ വിശുദ്ധിയുള്ള കണ്ണുകളാണ്. കർത്താവേ, ഈ കണ്ണ് അശുദ്ധിക്ക് ഒട്ടുകൊടുക്കുകയില്ല, അശുദ്ധി കാണുകയില്ല, അശുദ്ധ പടം കാണുകയില്ല, മ്ലേച്ഛ ചിത്രങ്ങൾ കാണുകയില്ല. ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കണ്ണാണ്. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകളെല്ലാം സമർപ്പിക്കൂ. ഓരോന്നോരോന്നായി സമർപ്പിക്കൂ. എല്ലാം ഹൃദയം സമർപ്പിക്കൂ. അരുതാത്ത ആഗ്രഹങ്ങൾ, മലിനമായ മോഹങ്ങൾ, എൻ്റെ കർത്താവേ, വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ തെക്കി വരുന്നതായി മലിനമോഹങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്താമണ്ഡലം യേശുവിന് സമർപ്പിക്കൂ. ചീത്ത ചിന്തകൾ, ഒരിക്കലും നിയന്ത്രിക്കാൻ നോക്കിയിട്ട് പറ്റാത്ത രീതിയിൽ പിന്നെ തിരക്കി കയറി വരുന്ന ചിന്തകൾ, മലിന വിചാരങ്ങൾ, വിചാരവും വികാരവും യേശുവിന് സമർപ്പിക്കൂ. കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യേശുവിന് സമർപ്പിക്കൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? പുറത്തു നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? കർത്താവേ, എൻ്റെ രോഗം മാറ്റിത്തരണം. ആണോ? കർത്താവ് പ്രവർത്തിക്കും. എന്തെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ? കർത്താവേ, എനിക്ക് ഈ പരീക്ഷ പാസ്സാക്കി തരണം. ദൈവം പ്രവർത്തിക്കും. കർത്താവേ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറ്റിത്തരണം. ദൈവം പ്രവർത്തിക്കും. കർത്താവേ, എൻ്റെ മോനൊരു നല്ല സ്വഭാവം തരണമേ. ദൈവം പ്രവർത്തിക്കും. കർത്താവിൻ്റെ മോൾക്ക് നല്ലൊരു വിവാഹം നടക്കണമേ. കർത്താവ് പ്രവർത്തിക്കും. കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഓമന ശിശുവിനെ എടുക്കാനുള്ള ഭാഗ്യം തരണേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതായിരുന്ന കർത്താവ് പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരുമെന്ന്. വേദവസ്തം പറയുകയാണ്, 37 സംഘത്തിൻ്റെ 3-ാം വാക്യം. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും. വായിച്ചേ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക,
അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആഗ്രഹങ്ങൾ ഏൽപ്പിക്കൂ, എല്ലാം ഏൽപ്പിക്കൂ. ഭൗതികമായും ആത്മീയമായുള്ള ആഗ്രഹങ്ങൾ എല്ലാം ഏൽപ്പിക്കൂ. ഒന്നും മടിക്കണ്ട, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. എന്നിട്ട് പറയുന്ന കർത്താവേ, എനിക്ക് ഒരേ ഒരാഗ്രഹം മാത്രം, യേശു വസിക്കുന്ന ഒരു പുതിയ ഹൃദയം, യേശു വാഴുന്നൊരു പുതിയ ഹൃദയം. ഞാനത് മാത്രമേ എന്നോട് ചോദിക്കുന്നുള്ളൂ. മറ്റെല്ലാം യേശു എൻ്റെ ഹൃദയത്തിൽ വന്നാൽ എല്ലാം കർത്താവ് സാധിപ്പിച്ചു തരുമെന്ന് എനിക്ക് മനസ്സിലായി. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നാൽ എൻ്റെ കാര്യങ്ങളെല്ലാം യേശു സാധിപ്പിച്ചു തരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവേ, ഞാനിതാ എൻ്റെ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എനിക്ക് സാധിപ്പിച്ചു തരണമേ. നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? ഈ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? ഈ പ്രാർത്ഥനയിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിച്ചാൽ കർത്താവ് കൈക്കൊള്ളും. കാരണം യേശു നിങ്ങളുടെ അരികത്ത് കൂടി നടക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ അരികത്ത് കൂടെ മന്ദം നടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ നേരെ യേശു നോക്കുന്നുണ്ട്. സത്യം പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മാലാഖമാർ ചുറ്റി നിൽക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ സമർപ്പിക്കാം. നല്ല സമയം. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക ഇത് താൻ. ഇത് നമസ്കാരത്തിന് സമയം ഇത് തന്നെ, കരുണാസമയം. സമർപ്പിക്കാം. ക്രിസ്തുവിലേക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. ഒന്നും ബാക്കി വയ്ക്കേണ്ട. എല്ലാ പാവവും എറിഞ്ഞു കളയുക. എല്ലാ അഴുക്കും വിട്ടുകളയുക, എല്ലാ തിന്മയും വിട്ടുകളയുക. സ്നേഹം മാത്രമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ നിയാമക ശക്തി, നിങ്ങളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ശക്തി സ്നേഹം മാത്രമായിരിക്കട്ടെ. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ പുലരട്ടെ. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ നിറഞ്ഞു വരട്ടെ. നിങ്ങൾ ഓരോരുത്തരും യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ആദരിക്കുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാവരെയും ബഹുമാനിക്കുന്നവരായി തീരുക. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് യേശുവിനെ നമുക്ക് കണ്ടുകൊണ്ട് യേശുവിനോട് പറയാം, അരികത്ത് നിൽക്കുന്ന യേശുവിനോട് പറയാം, യേശുവേ, ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുന്നു, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ, ഇന്നു മുതൽ ഞാൻ പുതിയ വക. യേശുവേ, നിൻ്റെ വകയായി ഞാൻ ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുകയും ദൈവത്തോട് നിങ്ങൾ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് പറയുകയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരുന്ന യേശു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പീൻ. യേശുവേ, ഈ പാപിയായ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. മഹാഭാവിയായ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെല്ലാം തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കൾ ഓരോരുത്തരും നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ കരുണയുള്ള കർത്താവേ, തിരുവചനത്താൽ ഇവരെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.